2 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് പകൽ നിങ്ങളുമായി സംസാരിക്കുവാനായി പോകുന്നത്. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഇന്ന് പകലത്തെ പ്രധാന വചന ധ്യാനത്തിനായിട്ട് നമുക്ക് അതിവേഗത്തിൽ കടന്നു പോകാം. വേഗത്തിലെടുത്തായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമ്മളിവിടെ വായിക്കുവാനായി പോകുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം സഭയിലുള്ള പ്രശ്നങ്ങളെ തീർക്കുവാൻ എഴുതിയതാണെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം പ്രധാനമായിട്ട് എഴുതിയത് അപ്പോസ്തോലികത്വത്തിന് നേരെ വന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാനും, അപ്പോൾ തന്നെ 1 കൊരിന്ത്യർ ലേഖനം അവിടെ ചെന്ന ശേഷവും അവിടുത്തെ പ്രശ്നങ്ങൾ ആ നിലവാരത്തിൽ അങ്ങ് ഒതുങ്ങിയില്ല. അതിന് മറിച്ച് എന്താ സംഭവിച്ചത്? അവിടെ ലേഖനം എഴുതിയ ആൾക്കെതിരെ ആ ആൾക്കെതിരെ ചിന്തിക്കുവാനും ആ ആൾക്കെതിരെ ആക്ഷേപം പറയുവാനും തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ മഹാവേദനയോടെ താൻ എഴുതുന്ന ലേഖനമാണ് 2 കൊരിന്ത്യർ ലേഖനം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ താൻ തൻ്റെ ആ വൈകാരികത അതുപോലെ പ്രകടമാക്കുന്നു. തനിക്കുണ്ടായ കൊരിന്ത സഭയോടുണ്ടായ സങ്കടം അതുപോലെ പ്രകടമാക്കുന്നു. എന്നിട്ട് അവരെക്കുറിച്ചുള്ള വലിയൊരു ഭാരം പരിശുദ്ധാത്മാവിൽ താൻ രേഖപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് ഇവിടെ പറയുന്നു, താൻ ഭയപ്പെടുന്ന ഒരു പ്രധാന കാര്യം നിങ്ങളുടെ മനസ്സ് യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് താൻ ഭയപ്പെടുന്നു. എന്തുകൊണ്ട് പൗലോസെ ഇങ്ങനെ ഭയപ്പെടുന്നത്? മേളിത വാക്യം കണ്ടാൽ അറിയാം. ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു. എന്തിനാ ദൈവത്തിൻ്റെ എരിവോടുകൂടി എരിയുന്നത്? 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം നിങ്ങൾ കണ്ടാട്ട്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സോ ഇവിടെ പൗലോസ് കൊരിന്ത് സഭയെക്കുറിച്ച് എരിയുന്ന എരിവ് ഒരപ്പന് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മകളോടുള്ള ബന്ധത്തിലുള്ള എരിവായിട്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. വളർത്തിക്കൊണ്ടുവന്ന ഒരു മകളെ ഒരുവൻ്റെ കയ്യിൽ വിശ്വസ്തയോടെ പിടിച്ചേൽപ്പിക്കുവാൻ, ആ മകൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആ ഒരപ്പൻ ആഗ്രഹിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മകളെ വിവാഹത്തിന് വേണ്ടി എല്ലാ വിധത്തിലും സൂക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളുടെ മനസ്സ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവനിൽ നിന്ന് ഏതെങ്കിലും നിലയിൽ മാറിപ്പോയാലോ എന്ന ചിന്തയിലാണ് പൗലോസ് ഈ ലേഖനത്തിൽ പ്രത്യേകിച്ച് 2-ാം വാക്യത്തിൽ നിൽക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെ എരിവോടെ എരിയുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കങ്ങ് ടെൻഷനാണ്. ഹല്ലേലൂയ. ഇത് പെൺമക്കളുള്ള ഒരു അപ്പൻ്റെ ടെൻഷനെ പോലെ ഈ വാക്യം വായിച്ചാൽ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ഞാൻ എരിവോടെ എരിയുകയാണ്. ക്രിസ്തുവിൻ്റെ എരിവോടെ ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ എരിയുകയാണ്. നിങ്ങളെ ഞാൻ ഒരു ചെറുക്കനെ വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്നു. ആരാ ആ പുരുഷൻ? ക്രിസ്തു എന്ന ഏക പുരുഷന് ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം. ഇതിൻ്റെ ഇത്രയും ടെൻഷന് കാരണം എന്താ? ഞാൻ ഏൽപ്പിക്കുവാൻ ആഗ്രഹിച്ചത് നിർമ്മല കന്യകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടെൻഷൻ. ആരെങ്കിലും ഏൽപ്പിച്ചായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്നെ ഏൽപ്പിച്ചത് നിർമ്മല കന്യകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹം നടന്നിട്ടില്ല, വിവാഹ നിശ്ചയമേ നടന്നിട്ടുള്ളൂ. വിവാഹം നടക്കാൻ ഇരിക്കുകയാണെന്നാണ് ഈ വാക്യത്തിൽ വിശദീകരിക്കുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി വെഡ്ഡിങ്ങിന് വേണ്ടി ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏൽപ്പിക്കുവാൻ ആഗ്രഹിച്ചത് നിർമ്മല കന്യകയായിട്ടാണ്. 2 കാര്യം നിങ്ങൾ കണ്ടാട്ട് ഇവിടെ ഈ വാക്യം ആരംഭിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളെ വിവാഹ നിശ്ചയം നടത്തിയത് നിർമ്മല കന്യകയായിട്ടാണ്. അഥവാ നിങ്ങൾ കൃപയിലേക്ക് വന്നത് നിർമ്മല കന്യകയായിട്ടാണ്.
ഹല്ലേലൂയ. ഈ അവസ്ഥയിൽ തന്നെ നിങ്ങളെ വിവാഹത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുത്തു വെച്ച് യേശുവിനെ അനുഭവിച്ച് കർത്താവിൻ്റെ കൃപയെ അനുഭവിച്ച് മുമ്പോട്ട് വന്ന് അതേ നിലവാരത്തിൽ തന്നെ നിങ്ങളെ വിവാഹം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കിയ വാക്ക്, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ തന്നെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സോ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് നിർമ്മല കന്യകയായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിർമ്മല കന്യകയായിട്ട് തന്നെ ആ പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പൗലോസിൻ്റെ എരിവ്, പൗലോസിൻ്റെ തീഷ്ണത. ആ വിഷയത്തിലാണ് താൻ എരിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ടെൻഷൻ? എന്താ? 3-ാം വാക്യം നോക്കിയാട്ടെ. ഹല്ലേലൂയ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. കണ്ടോ? അപ്പൊ അവിടെ ആ മേളത്തെ വാക്യം നിർമ്മല കന്യക എന്നുദ്ദേശിക്കുന്നതിന്റെ വിശദീകരണമാണ് അടുത്ത വാക്യത്തിലുള്ളത്. ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ? അപ്പോൾ നിർമ്മല കന്യക എന്ന് ഉദ്ദേശിക്കുന്നത് കന്യകത്വം കൊണ്ടല്ല. കാരണം ക്രിസ്തു എന്ന സഭയ്ക്ക് കന്യകത്വമല്ല ഉള്ളത്. ഹല്ലേലൂയ. ഒരു കന്യകയ്ക്കുള്ള കന്യകത്വത്തെ അല്ല ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പിന്നെന്താണ്? അടുത്ത വാക്യത്തിൽ വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. അപ്പൊ 2-ാം വാക്യത്തില് നിർമ്മല കന്യക എന്നതിൻ്റെ അർത്ഥം 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിലുണ്ട്. ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം കന്യക വിശുദ്ധയാകുന്നത് ഏകാഗ്രതയും നിഷ്കളങ്കതയും ഉള്ളപ്പോഴാണെങ്കിൽ കന്യക വഷളാകുന്നത് ഏകാഗ്രതയും നിഷ്കളങ്കതയും വിട്ടുമാറുമ്പോഴാണ്. ആരോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കതയും? 3-ാം വാക്യം നോക്കി. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും, ക്രിസ്തു എന്ന ആത്മമണവാളനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഈ മണവാളനായ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ ആത്മമണവാളനോടുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ബന്ധമാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ശാരീരിക ശുദ്ധിയുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ്. നോക്കിയ വാക്ക്, ക്രിസ്തു നിങ്ങളുടെ മനസ്സ്. കണ്ടോ? നിങ്ങൾക്ക് ചതി പറ്റാൻ സാധ്യതയുള്ളത് മനസ്സിലാണ്. നോക്കിയ വാക്ക് 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത് മനസ്സിലാണ്, മോഹത്തിലാണ് ചതിച്ചത്. അതുപോലെ നിങ്ങളുടെ മനസ്സിലും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും, ക്രിസ്തുവിനോടുള്ള കോൺസെൻട്രേഷൻ, ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ, കറപ്റ്റഡ് ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്താണ് പൗലോസിന്റെ ഭയം? ആ വാക്യത്തിൽ നിങ്ങളൊന്ന് കണ്ടേ. ആ ഭയം എത്ര കണ്ട് ഇന്ന് അതിന് പ്രാധാന്യത ഉണ്ടെന്നൊന്ന് കണ്ടാട്ടെ. ഇവിടെ ഒരാൾക്ക് സംഭവിച്ച ചതിയെ എടുത്ത് കാണിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. ആർക്ക് പറ്റിയ ചതിയെ എടുത്ത് കാണിക്കുന്നത്? ഹവ്വായ്ക്ക് പറ്റിയ ചതിയെ എടുത്ത് കാട്ടിയിട്ട് ഇവിടെ വിശദീകരിക്കുക. ഹവ്വായും മണവാട്ടിയായിരുന്നു. മണവാട്ടിയായ ഹവ്വായെ ആണ് എന്ത് ചെയ്തേ? ചതിച്ചേ. എങ്ങനെയാ ചതിയപ്പെട്ടത്? ചതിമോഹങ്ങളാൽ വഷളായി പോയി. ഹവ്വായെ വീഴിച്ചത് മോഹിപ്പിച്ചു, വീഴിച്ചു. അതെ, കണ്ടു, മോഹിച്ചു, എടുത്തു. നോക്കിയ മോഹത്തിലാണ് ഇങ്ങോട്ട് നോക്കിയാട്ടെ. മോഹത്തിലാണ് ഹവ്വായെ വീഴിച്ചത്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഒരു പ്രവൃത്തിയിലാണ് ഹവ്വായെ വീഴിച്ചതെന്ന്. പല ആൾക്കാരും ചിന്തിക്കുന്നത് ആ പഴത്തിലാണ് തെറ്റെന്നാണ്. നോ, ഒരിക്കലുമല്ല. ആ പഴത്തിലല്ല, ആ പർട്ടിക്കുലർ പഴത്തിലല്ല തെറ്റ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടി വരും, അതുപോലുള്ള എല്ലാ പഴത്തിലും തെറ്റുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം പാപത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ഇവിടെ വിരുദ്ധമായിട്ടുള്ളത്. ഹല്ലേലൂയ. അതേ ഗ്ലാസ് പല പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കി, ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ കീശയിലെ കാശ് ഈ കൈ കൊണ്ടെടുത്താൽ അത് നല്ല കാര്യം. എന്നാൽ അതേ കൈ കൊണ്ട് തന്നെ ഈ കീശയിലെ കാശ് എടുത്താൽ, അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കാശ് എടുത്താൽ നല്ല കാര്യം, വേറൊരുത്തൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താൽ അത് ദോഷക്കാര്യം. അതെങ്ങനെയാകുന്നത്? രണ്ടും ചെയ്തത് ഒരേ കൈയല്ലേ? അപ്പോൾ പാപം എടുത്തു എന്നുള്ളതാണോ
ചിന്തിച്ചു എന്നുള്ളതാണ്. ഹലോ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കാശ് എടുക്കുന്ന ഈ കൈ കൊണ്ട് അത് നല്ല കാര്യം, ഇതാ കാശ് എടുത്തു, അത് നല്ല കാര്യം. എന്നാൽ അതേ കൈ കൊണ്ട് ഈ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കാൻ ഒരുങ്ങുന്നു. ഒന്നുമില്ലേ? ഇവിടെയാണോ? അടിച്ചോണ്ട് പോയോ നേരത്തെ? ഓക്കെ, ഈ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കാൻ ശ്രമിക്കുന്നു, അത് ചീത്ത കാര്യം. രണ്ടും ഒരേ കൈ കൊണ്ടല്ലേ ചെയ്തേ, പിന്നെ എങ്ങനെയാ ഒന്ന് ചീത്ത ഒന്ന് നല്ലതുമായി? അങ്ങനെയായിരുന്ന കൈയുടെ എല്ലാ പ്രവൃത്തിയും ചീത്തയാകണ്ടായിരുന്നോ? അപ്പൊ എന്താണ് ഇവിടെ പാപം എന്ന് പറയുന്നത്? പാപം എന്ന് പറയുന്നത് ഈ ആക്ഷൻ അല്ല, ഈ ആക്ഷന്റെ പിന്നിലെ തോട്ടാണ്, വിചാരമാണ്. ഈ ആക്ഷന്റെ പിന്നിലെ ചിന്തയാണ്. മോഹമാണ് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത്. ആഗ്രഹമാണ് പാപത്തിലേക്ക് എന്നെ നയിക്കുന്നത്. ഇവിടെ മോഹത്തിൽ വീഴുമ്പോഴാണ് പാപത്തിൽ വീഴുന്നത്. ഇവിടെ ഇത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്, കണ്ടോ? എന്നാൽ സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു കഴിഞ്ഞാൽ പിന്നെ വഷളായി പോകും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയുമാണ് വഷളത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്. ഹല്ലേലൂയ. അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രത്യേക പദം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാണ് ഹവ്വായ്ക്ക് വീഴ്ച സംഭവിച്ചത്. മോഹത്തിൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. ഹവ്വായ്ക്ക് മനസ്സിലാ തെറ്റ് പറ്റി. ചേട്ടൻ അത് വിശദീകരിക്കുമ്പോൾ പറയൂലോ, മോഹം ഒന്ന് പറഞ്ഞേ, അതെങ്ങനെയാണ്? മോഹം അഥവാ ഹവ്വായ്ക്ക് പറ്റിയ തെറ്റ്, ഹവ്വായുടെ അടുത്ത് പിശാച് എന്ന് പറയുന്ന പദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. എന്നാൽ ദൈവം അവരെ സൃഷ്ടിച്ചത്, വചനം പറയുന്നു, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. എക്സാക്ട്ലി. അഥവാ അവർക്ക് ഉള്ളതിനെ കാണാതെ വണ്ണം നിങ്ങൾ ഇത് തിന്നുമ്പോൾ ഇത് ദൈവത്തെ പോലെ ആകുമെന്നുള്ള വിചാരം മനസ്സിൽ വന്നപ്പോൾ അതിൽ ദൈവത്തെ പോലെ ആകാനുള്ള മോഹം ജനിച്ചു. യെസ്, എക്സാക്ട്ലി. ദൈവത്തെ പോലെ ആകാനുള്ള മോഹം ജനിപ്പിച്ചതിലൂടെയാണ് ഹവ്വായെ വീഴ്ചത്. എന്നിട്ട് ആവർത്തിക്കുക, ദൈവത്തെ പോലെ ആകാനുള്ള മോഹം, ആഗ്രഹം കൊടുത്തതിലൂടെയാണ് ഹവ്വായെ വീഴ്ചത്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഹവ്വായെ പിശാച് വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന്, ഹവ്വായെ പിശാച് കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന്, ഹവ്വായെ പിശാച് മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചെന്ന്. നോ, ഇതൊന്നും അല്ലായിരുന്നു അവിടുത്തെ സാത്താന്യ തന്ത്രം. അത് മനസ്സിലാക്കുമ്പോഴാണ് മോഹം ജനിപ്പിച്ചു. ആണ് എന്ന സ്ഥിതിയിൽ നിന്ന് ആകണം എന്നുള്ള മോഹത്തിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ പോലെ ആണ് എന്ന ചിന്തയിൽ നിന്ന് ദൈവത്തെ പോലെ ആകണം എന്ന മോഹത്തിലേക്ക് നയിച്ചു. ആ മോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ആമേൻ. ഹല്ലേലൂയ. അന്ന് ഹവ്വ വീണത് മോഹത്തിലാണ്, ഹവ്വ വീണത് മനസ്സിലാണ്. ഹല്ലേലൂയ. ഇവിടെ എരിയുക, മുളക് കഴിച്ചിട്ടല്ല എരിയുന്നത്, എരിയുകയാ പൗലോസിന്. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ എരിവോടെ എരിയുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിന്ന് എരിയുകയാണ്. നോക്കിയേ, മൂന്നാമത്തെ വാക്യം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും. ലിസൺ കെയർഫുള്ളി, നല്ലതായിട്ട് ശ്രദ്ധിച്ചാട്ടെ ആ വാക്ക്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. നിങ്ങളുടെ കണ്ണ് മാറൂ എന്നല്ല പറഞ്ഞേ, നിങ്ങളുടെ മനസ്സ്. അയ്യോ, ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അടിവരയിടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിങ്ങൾ മാറുമെന്നല്ല, നിങ്ങൾ ഒരുങ്ങി മണവാട്ടിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതിനൊരു വ്യത്യാസമില്ല. നിങ്ങൾ നല്ലതായിട്ട് ഒരുങ്ങിയിട്ടുമുണ്ട്, അതിനൊരു വ്യത്യാസമില്ല. പിരിയൊക്കെ പ്ലക്ക് ചെയ്തിട്ടുണ്ട്, മീശയൊക്കെ ട്രിം ചെയ്തിട്ടുണ്ട്, കമ്മലൊക്കെ നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്, ഫേഷ്യലൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, സുന്ദരിയായിട്ടാണ് നിൽക്കുന്നേ. പുറമേ നോക്കിയ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ അകമേ ഒരു വലിയ വ്യത്യാസം സംഭവിച്ചിരിക്കുക. എന്നാ സംഭവിച്ചേ? പുറമേ ഒരുക്കമുണ്ടെങ്കിലും അകത്ത് മനസ്സ്. ആ വാക്കൊന്ന് കണ്ടേ, മനസ്സ്. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും
നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാ പറഞ്ഞതിന്റെ ആഗ്രഹം പുറമേ കാണുന്ന മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണാനില്ല. നിങ്ങളെ കണ്ട മണവാട്ടി തന്നെയാ. ഹല്ലേലൂയ. മണവാട്ടിയെ പോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. സംസാരം കേട്ടാലോ ഒന്നോന്തരം മണവാട്ടിയുടെ സംസാരമാണ് പറയുന്നത്. പക്ഷേ എനിക്കൊരു വേദന എന്തെന്നറിയോ? സംസാരത്തിൽ കൊള്ളാം, ചിന്തയിൽ കൊള്ളാം, ഒരുക്കത്തിൽ കൊള്ളാം, പക്ഷെ മനസ്സ് ആ വാക്ക് നോക്കി. എന്നാൽ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പോയി എന്നല്ല, പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തുകൊണ്ട് ഭയപ്പെടുന്നു? അടുത്ത വാക്ക് വായിച്ചാൽ അറിയാം. നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ വേറൊരു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വേറൊരു മണവാളനെ കാണിച്ചുകൊണ്ടിരിക്കുക. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിന് 4-ാം വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ കാണിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാത്ത, ഉഭയസമ്മതത്തിൽ ഒന്നാകാൻ ആഗ്രഹിക്കാത്ത, നിങ്ങളുടെ മണവാളനല്ലാത്ത വേറെ ഒരു യേശുവിനെ പ്രസംഗിക്കുകയോ, വേറെ ഒരു യേശുവിനെയും പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറെ ഒരു സുവിശേഷം, നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ, വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അയ്യോ, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണാ നീ, വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണാ നീ, വേറെ ഒരു ചെറുക്കനെ കാണിച്ചിട്ട് ഇതാ നിന്റെ ചെറുക്കൻ എന്ന് പറയുമ്പോ ഇതാ നിന്റെ ചെറുക്കൻ എന്ന് വിചാരിച്ച് അവന്റെ കൂടെ പോകാൻ ഒരുങ്ങുന്നത് കുറച്ച് ആശ്ചര്യം, കുറച്ച് കട്ടിയായി പോയത്. ഇവനെയാണോ നീ വിവാഹസമ്മതം ചെയ്തേ? ഇവനെയാണോ നീ ഉഭയസമ്മതം ചെയ്തേ? ഇവനുമായിട്ടാണോ നീ ബന്ധത്തിൽ ഏർപ്പെട്ടെ? ഇപ്പോ അത് ഭയങ്കര രസകരമായിട്ടൊന്ന് അവതരിപ്പിക്കണം. ചേട്ടൻ അവതരിപ്പിച്ചു. കാരണം അത് ഭയങ്കര രസകരമായിട്ട് നിൽക്കുകയാണ്. കല്യാണം എല്ലാവരും കോൺകെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുകയാണ്. വ്യക്തി ആരാ? ഈ വ്യക്തി എല്ലാവരും കോൺകെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുകയാണ്. രക്ഷിതാവും കർത്താവുമായി യേശുവിനെ സ്വീകരിച്ച സമയത്ത് അവിടെ നടന്നത് എന്താണ്? വിവാഹ നിശ്ചയം നടന്നിരിക്കുകയാണ്. വിവാഹ നിശ്ചയത്തിലൂടെ എന്താ വിളിച്ചു പറയുന്നത്? ഈ പറയുന്ന മണവാട്ടിയുമായി ഇന്ന മണവാളനുമായിട്ടുള്ള വിവാഹം നടക്കുകയാണ്. എന്ന യഹൂദന്റെ ഈ കല്യാണ സംബന്ധമായ വിഷയം. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹത്തിന് കുറച്ച് ദിവസമുണ്ട് യഹൂദന്. അറിയാലോ ചേട്ടനത്. അതായത് കല്യാണം ഇവിടെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെറുക്കം പോകുന്ന ഒരു പോക്കുണ്ട്. ചെറുക്കം പോകുന്ന പോക്കിൽ ഇതാ പറയുന്നത്, ഞാൻ പോയി നിനക്ക് വാസസ്ഥലം ഒരുക്കി വന്നിട്ട് പിന്നെ വന്ന് നിന്നെ ചേർക്കും. അപ്പം പല സമ്പ്രദായങ്ങൾ അവരുടെ ഇടയിലുണ്ട്. ഈ സമയത്ത് 10 ദ്രഹ്മ അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യാനുപാതമുള്ള എന്തെങ്കിലും ഒരെണ്ണം ചെറുക്കൻ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ കൈ കൊടുത്തേച്ച് പോകും. പലതുണ്ടായിരുന്നു ആ ജൂയിഷ് കസ്റ്റത്തിൽ. 1 ദ്രഹ്മയായിരുന്നു. 10 ദ്രഹ്മ കൊടുത്തേച്ച് പോയി. അപ്പോൾ യേശു ആ ദ്രഹ്മയുടെ കാര്യം പറയുന്നുണ്ട്. ഒരെണ്ണം കാണാതെ പോയി. കാരണം ഒരെണ്ണം കാണാതെ പോയാൽ ഒരിക്കലും പിന്നെ ഈ വിവാഹം എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. കാരണം 10 കൊടുത്താൽ 10 കൽപ്പനയുടെ പ്രാതിനിധ്യത്തിലാണ് അത് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഒരെണ്ണം പോയാൽ ഒരു കൽപ്പന ഇവൾ ലംഘിച്ചു. ഇവൾ നിയമത്തിൽ ഒരു കൽപ്പന ലംഘിച്ചതുകൊണ്ട് ഇവൾക്ക് വിവാഹം എന്ന ഈ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് പുള്ളിക്കാരി അടിച്ചു വാരി, അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അതിനെ അടിച്ചു വാരി തൂത്തുവാരി എടുക്കയില്ലയോ. ഇത് ജൂയിഷ് കസ്റ്റത്തിലെ ഒരു സമ്പ്രദായമാണ്. പിന്നത്തേതിലുള്ള ഒരു സമ്പ്രദായമാണ്. ചെറുക്കൻ അങ്ങ് പോവുക. ചെറുക്കൻ അങ്ങ് പോയിട്ട് ഞാൻ വരും, നിന്നെ വന്ന് ചേർക്കും, ഞാൻ വീട് ഒരുക്കാൻ പോവുക, ഞാൻ വാസസ്ഥലം ഒരുക്കാൻ പോവുക, മനുഷ്യർ ഒരുക്കാൻ വേണ്ടി ഞാൻ പോവുക, ഞാൻ ഒരുക്കിയിട്ട് പിന്നെ വന്ന് നിന്നെ സ്വീകരിച്ചോണ്ട് പോകും. അപ്പോൾ ഈ സ്വീകരിക്കും എന്ന് പറയുന്ന സമയത്തോളം ചെറുക്കനെ കുറിച്ചുള്ള ചിന്തയിലും ഏകാഗ്രതയിലുമാണ് ഈ പെണ്ണ് ഇവിടെ ജീവിക്കുന്നത്. ഏത് സമയത്ത് ഓൾ ദ ടൈം ഇവളുടെ ഉള്ളിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, മണവാളം വരും, എന്നെ വന്ന് ചേർക്കും, ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലോട്ട് കയറും. ഈ ചിന്തയല്ലാതെ വേറൊരു ചിന്തയില്ല. അങ്ങനെ ചിന്തയിലിരിക്കുന്ന സമയത്ത്, മണവാളനെ മാത്രം നോക്കിയിരുന്ന സമയത്ത് അവരുടെ നാട്ടിൽ വേറൊരു കൺവെൻഷൻ നടന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവരുടെ നാട്ടിൽ വേറൊരു കൺവെൻഷൻ വന്നു. വേറൊരു കൺവെൻഷൻ വന്നപ്പം വേറൊരു പ്രസംഗകനും വന്നു. വേറൊരു കൺവെൻഷനും വേറൊരു പ്രസംഗകനും വന്നപ്പം ഇവർ പറയാത്ത വേറെ ഒരു മണവാളിനെ കാണിച്ചു. ഓൾറെഡി ഈ പെണ്ണിന്റെ കല്യാണം നടത്തിയിട്ട് വിവാഹ നിശ്ചയം കഴിച്ചിട്ടിരിക്കുക. നോക്കി ഒരുത്തൻ വന്നു. 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 11:4. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത 2 കൊരിന്ത്യർ 11:4. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ വേറെ ഒരു യേശുവിനെ പ്രസംഗിച്ചു.
നിങ്ങളുടെ മണവാളനല്ലാത്ത വേറൊരു യേശുവിന് പേരൊന്നു തന്നെയാ, പക്ഷെ വേറൊരാളാ. ഹല്ലേലൂയ. ആ അവസ്ഥ നീ ഇത് ചെയ്യേ. പേരൊന്നു തന്നെയാ, ആള് പറയാം, ശൈലി ഒന്ന് തന്നെയാ, ഗ്ലോറി ഒക്കെ ഒന്ന് തന്നെയാ, വിറപ്പീരൊക്കെ അതേപോലെ തന്നെ ഉണ്ട്, ഹല്ലേലൂയൊക്കെ അതേപോലെ തന്നെ. വേറൊരു യേശു ഞങ്ങൾ പ്രസംഗിക്കാത്ത, വായിച്ച വാക്ക്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ വേറെ ഒരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത മറ്റൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. വിവാഹ നിശ്ചയമേ നടന്നിട്ടുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാ, വിവാഹ നിശ്ചയം എന്നുള്ളത്. കാരണം ഈ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഈ ചെറുക്കനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ഈ പെണ്ണിന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത് ചതിച്ചേ. അതെ, 10 കൊല്ലം ജീവിച്ച ആളുടെ മുമ്പ് വേറൊരു ഭർത്താവിനെ കൊണ്ട് കാണിച്ചാൽ അവള് പറയും, വേറെ പണി നോക്ക്, ഇതെന്റെ മണവാളനെ, എനിക്കറിയാമെന്നാ, ഞാൻ ഇവന്റെ കൂടെ 10 കൊല്ലം ജീവിച്ചതാ, ഇദ്ദേഹത്തിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം, ഇദ്ദേഹം എപ്പോൾ ചിരിക്കുമെന്ന് എനിക്കറിയാം, ഇദ്ദേഹത്തിന് എപ്പോൾ ദേഷ്യം വരുമെന്ന് എനിക്കറിയാം, കാരണം 10 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാ. പക്ഷെ ഇവിടെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, ജീവിക്കാനുള്ള ജീവിതം തുടങ്ങിയച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ ഈ വാക്യം നോക്കിയേ, ഈ വാക്യത്തിൽ അതാ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിവാഹ നിശ്ചയം കഴിഞ്ഞു, മണവാളന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, മണവാളന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ മണവാളിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, വിവാഹ നിശ്ചയം ജസ്റ്റ് കഴിഞ്ഞോളൂ, കണ്ടിട്ടുള്ള ഓർമ്മയേ ഉള്ളൂ. എന്നാൽ ഇതാണ് അത് എന്ന് സൂചിപ്പിക്കുമാറ്, എന്ന് തെറ്റിദ്ധരിപ്പിക്കുമാറ് വേറെ ഒരു യേശുവിനെ കണ്ടോ, വേറൊരു യേശുവിനെ ഒരുത്തം വന്നു. മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, ഞങ്ങള് നിങ്ങൾക്കൊരു ചെറുക്കനെ ഉണ്ടാക്കി തന്നിട്ടാ പോയത്. കൊരിന്തിൽ ഞങ്ങളായിരുന്നപ്പോൾ ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവം അത്രേ. ഞാനും അപ്പല്ലോസും അക്കില്ലാസും പ്രിസ്കില്ലയും കേഫാവും എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തു എന്ന മണവാളനെ വരച്ചു കാട്ടി, നിങ്ങൾക്ക് പലർക്കും അവനോട് പ്രേമമായ നിങ്ങളും അവനുമായി ഉഭയസമ്മതത്തിൽ ഒന്നാകാൻ ആഗ്രഹിച്ചിരിക്കെ, വിവാഹ നിശ്ചയവും കഴിച്ച് നിങ്ങൾ ഒന്നു ചേരുന്ന ദിവസങ്ങൾ കാത്ത് ഒരു പിതാവിൻ്റെ എരിവോടെ, പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ ഒരുക്കുന്ന ഒരു പിതാവിൻ്റെ എരിവോടെ ഞാൻ എരിയുന്ന സമയത്താണ് ചെറുക്കൻ നിങ്ങളെ ചേർക്കാൻ ഏത് സമയത്തും വരാൻ സാധ്യതയുള്ള ഈ പ്രത്യേക സമയത്താണ് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ, ഞങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. കരമടിച്ചൊന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. മറ്റൊരു യേശു, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത. ഭയങ്കര രസമാണ് ഈ വാക്യം. നിങ്ങളത് ശരിക്കും ഒന്ന് നമ്മൾ ചിന്തിക്കാൻ പോവാണ്. ഇംഗ്ലീഷ് ബൈബിളിലെ ആ വാക്യം ഒന്ന് കേട്ടെ, 4-ാം വാക്യം. For if he that cometh preacheth another Jesus. This is another Jesus. ഹല്ലേലൂയ. ബറയേശു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ബറയേശു, അവന്റെ പേര് യേശു തന്നെയാ, ബറയേശു. ഹല്ലേലൂയ. യേശു എന്ന പേരുള്ള വേറെ ഒരു യേശുവിനെയും, അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ആ നാട്ടിൽ യേശു എന്ന പേരുള്ള വേറൊരാളെ കണ്ടുപിടിച്ചെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. പിന്നെന്താ അവിടെ വിശദീകരിക്കുന്ന ആശയം? ഞങ്ങൾ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളല്ലാത്ത, നിങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടിയിട്ടുള്ള യേശു അല്ലാത്ത വേറൊരു യേശുവിനെ, ഞങ്ങൾ പറഞ്ഞ ഉപദേശ സംഹിതകൾക്ക് അപ്പുറത്തുള്ള വേറൊരാളെ, ഞങ്ങൾ പറഞ്ഞ യേശുവിനെ ഒന്നെടുത്ത് കാണിക്കാം. ഞങ്ങൾ പറഞ്ഞ യേശു സൗമ്യൻ, നിങ്ങളുടെ പാപങ്ങളെ ഓർക്കാത്തവൻ, നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവൻ, ചങ്കിലെ ചോര നിങ്ങൾക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തവൻ, നിങ്ങളെ പിതാവുമായി നിരപ്പിച്ചവൻ. ഹല്ലേലൂയ. ഇതിനെയാ ഞങ്ങൾ പഠിപ്പിച്ചേ. പക്ഷെ ഇപ്പൊ വേറൊരാൾ വന്നിട്ട് വേറൊന്ന് പഠിപ്പിക്കുകയാണ്. ഈ പറയുന്ന പോലൊന്നുമല്ല, കർത്താവ് നിങ്ങളെ കീറാൻ നിൽക്കും.